പശുക്കുട്ടികൾ ജനിച്ച് ഒരു അരമണിക്കൂറിനകം അവർക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഒരു ഫീഡാണ് കന്നിപ്പാൽ അഥവാ കൊളസ്ട്രം. ചില സ്ഥലങ്ങളിൽ മഞ്ഞപ്പാൽ എന്ന് ഇതിനെ പറയാറുണ്ട്. ഈ കന്നിപ്പാൽ അഥവാ കൊളസ്ട്രം എന്ന് പറയുന്നത് പ്രസവിച്ച് കഴിഞ്ഞ അമ്മ പശുവിൽ നിന്ന് ആദ്യമായിട്ട് ചുരത്തുന്ന പാലാണ്. സാധാരണയായിട്ട് പശുവിൽ നിന്ന് കിട്ടുന്ന പാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാലിന് അഥവാ കന്നിപ്പാലിന് കുറച്ച് കൊഴുപ്പും പ്രോട്ടീനിൻ്റെ അളവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആൻറ്റിബോഡീസ് അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ അളവും ഈ പാലിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാല് കുടിക്കുന്നതിലൂടെ സാധാരണയായിട്ട് ഇപ്പോൾ പശുക്കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് അവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ജനിച്ച പശുക്കുട്ടികൾക്ക് അരമണിക്കൂറിനകം തന്നെ കന്നിപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളസ്ട്രം അഥവാ കന്നിപ്പാലിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആൻറ്റിബോഡീസ് ഇതിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പശുക്കുട്ടികളുടെ ചെറുകുടലിലെത്തി അവിടെ നിന്ന് ബ്ലഡിലോട്ട് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പശുക്കുട്ടി ജനിച്ച് സമയം കൂടുന്തോറും ഈ ആഗിരണം ചെയ്യുന്നതിനുള്ള ശേഷി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് പശുക്കുട്ടി ജനിച്ച ഒരു ആദ്യത്തെ അരമണിക്കൂറിൽ ഏറ്റവും കൂടുതലായിട്ട് ചെറുകുടലിൽ നിന്ന് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ബ്ലഡിലോട്ട് ആഗിരണം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പശുക്കുട്ടികൾ ജനിച്ച് ഒരു അരമണിക്കൂറിനകം തന്നെ അവർക്ക് കന്നിപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 2 ലിറ്ററോളം 2 മണിക്കൂർ എന്ന കണക്കിനാണ് കന്നിപ്പാൽ കൊടുക്കാറുള്ളത്. അതായത് ഒരു ദിവസം ഒരു 4 തൊട്ട് ഒരു 6 ലിറ്റർ വരെ കൊളസ്ട്രം അഥവാ കന്നിപ്പാൽ പശുക്കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് പശുക്കുട്ടികൾക്ക് കൊളസ്ട്രം കിട്ടാത്തൊരു സാഹചര്യം വരികയാണ്, അതായത് അമ്മ പശു ചത്തുപോവുകയോ അങ്ങനൊരു കാര്യം വരികയാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കൊളസ്ട്രം ഉണ്ടാക്കി നൽകാവുന്നതാണ്.